നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ചാനലിൽ ഈ വാർത്ത കണ്ടോ? മുംബൈയിലെ ഏറ്റവും വലിയ ആഡംബര വസതികളിൽ ഒന്നായ അനിൽ അംബാനിയുടെ അബോർഡ് എന്ന 17 നില കൊട്ടാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED കണ്ടുകെട്ടിയിരിക്കുകയാണ്. വെറും ഒരു വീടല്ല ഇത്. 3700 കോടിയിലധികം രൂപ വിലമതിക്കുന്ന 66 മീറ്റർ ഉയരമുള്ള ഒരു സാമ്രാജ്യമാണ്. എന്തുകൊണ്ടാണ് ഈ നടപടി എന്ന് പലർക്കും അറിയില്ലായിരിക്കാം. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന അനിൽ അംബാനിയുടെ കമ്പനി വഴി ബാങ്കുകളെ പറ്റിച്ച് ആയിരക്കണക്കിന് കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. യെസ് ബാങ്കിൽ നിന്നും എടുത്ത 3000 കോടി രൂപ സ്വന്തം ലാഭത്തിനായി ഷെൽ കമ്പനികൾ വഴി വകമാറ്റിയെന്ന ഗുരുതരമായ കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്ര ഏജൻസി കടുത്ത നടപടിയെടുത്തത്. ഇതിനോടകം തന്നെ 15000 കോടി രൂപയുടെ സ്വത്തുക്കളാണ് അനിൽ അംബാനി ഗ്രൂപ്പിൽ നിന്ന് സർക്കാർ കണ്ടുകെട്ടിയത്. ഇത് വെറും ഒരു വാർത്തയല്ല. അഴിമതി നടത്തുന്നവൻ എത്ര വലിയ കോർപ്പറേറ്റ് സ്രാവായാലും മോദി സർക്കാരിന്റെ കാലത്ത് രക്ഷപ്പെടില്ല എന്നതിന്റെ തെളിവാണ്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാട്ടിലെ ഇടത് വലത് മുന്നണികൾ പ്രസംഗിച്ചു നടന്നത് എന്താണ്? മോദിയും അംബാനിയും ചെങ്ങാതിമാരാണ്, റാഫേൽ ഇടപാടിൽ മോദി അനിൽ അംബാനിക്ക് വഴിവിട്ട് സഹായം ചെയ്തു എന്നൊക്കെയായിരുന്നു ഇവരുടെ പ്രധാന ആരോപണം. അനിൽ അംബാനി മോദിയുടെ പോക്കറ്റിലാണെന്ന് വരുത്തി തീർക്കാൻ നിയമസഭയിൽ പോലും ഇവർ നാടകം കളിച്ചു. എന്നാൽ ഇന്ന് ആ ചെങ്ങാതിയുടെ വീട് ജപ്തി ചെയ്യാൻ മോദി സർക്കാർ മടിച്ചില്ല എന്നത് ഈ കപട രാഷ്ട്രീയക്കാർക്ക് കിട്ടിയ വലിയൊരു പ്രഹരമാണ്. അനിൽ അംബാനി മോദിയുടെ ആളാണെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന്റെ വീട് ED പൂട്ടുന്നത്? അഴിമതിക്കാരെ സംരക്ഷിക്കുന്നത് മോദിയല്ല, മറിച്ച് ഇവിടെയുള്ള മുന്നണികളാണ്. കേന്ദ്ര ഏജൻസികൾ ഇങ്ങോട്ട് വരുമ്പോൾ മാത്രം രാഷ്ട്രീയ വേട്ടയാടലെന്ന് കരയുന്നവർ ഇപ്പോൾ മുംബൈയിൽ നടക്കുന്ന ഈ നടപടിയെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. നമ്മുടെ നാട്ടിലെ ചാനലുകൾക്ക് ഈ വാർത്ത അത്ര വലിയ കാര്യമല്ല. കാരണം ഇതിൽ മോദി വിരുദ്ധത വിളമ്പാൻ പറ്റില്ലല്ലോ. BJP നേതാക്കളുടെ വീട്ടിൽ ഒരു നോട്ടീസ് വന്നാൽ പോലും മണിക്കൂറുകളോളം ലൈവ് ചർച്ച നടത്തുന്ന മാപ്ര കൂട്ടങ്ങൾ ഇന്ന് എവിടെ പോയി ഒളിച്ചു? സാധാരണ അംബാനി എന്ന് പേര് കേട്ടാൽ ഉറഞ്ഞു തുള്ളുന്ന ചാനൽ സിംഹങ്ങൾ ഇന്ന് പൂച്ചക്കുട്ടികളെ പോലെ മിണ്ടാതിരിക്കുകയാണ്. കാരണം അനിൽ അംബാനിക്കെതിരായ നടപടി വാർത്തയാക്കിയാൽ മോദി അഴിമതിക്കാരെ സംരക്ഷിക്കുന്നില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. തങ്ങൾക്ക് താല്പര്യമുള്ള വാർത്തകൾ മാത്രം കൊടുത്ത് ശീലിച്ച ഇവിടുത്തെ മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ ശക്തമായ അഴിമതി വിരുദ്ധ പോരാട്ടത്തെ ബോധപൂർവം മറച്ചു പിടിക്കുകയാണ്. ജനങ്ങൾ അറിയേണ്ടത് മറച്ചു പിടിക്കുന്ന ഈ ശൈലിക്ക് പേര് മാധ്യമ പ്രവർത്തനം എന്നല്ല, മറിച്ച് അന്ധമായ മോദി വിരോധം എന്നാണ്. ഈ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യയിലെ സാധാരണക്കാരന്റെ നികുതി പണം ബാങ്ക് വഴി തട്ടിച്ചെടുത്തവർ ആരായാലും, അവർ അംബാനി കുടുംബത്തിലെ അംഗമായാലും ശരി, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും അനിൽ അംബാനിയെ തട്ടിപ്പുകാരൻ എന്ന് മുദ്ര കുത്തിയതും അദ്ദേഹം വ്യക്തിപരമായ പാപ്പരത്ത നടപടികൾ നേരിടുന്നതും ഈ സർക്കാരിന്റെ കാലത്താണ്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇത്രയും കാലം പടച്ചുവിട്ട എല്ലാ നുണകളും ഇപ്പോൾ ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുകയാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതല്ല, മറിച്ച് അവരെ നിയമത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ് മോദി സ്റ്റൈൽ. ഈ സത്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ചാനലുകൾ ഇത് മുക്കിയാലും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഇത് ജനങ്ങളിൽ എത്തിക്കുക തന്നെ ചെയ്യും. നമുക്കൊന്ന് പുറകോട്ട് പോയി നോക്കാം. കുറച്ചു വർഷം മുൻപ് ഇതേ കേരളത്തിലെ ചാനലുകളിൽ റാഫേൽ എന്ന വാക്ക് കേൾക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാക്കളും ചാനൽ പണ്ഡിതന്മാരും പറഞ്ഞത് എന്താണ്? അനിൽ അംബാനിയെ സഹായിക്കാൻ വേണ്ടിയാണ് മോദി ഫ്രാൻസിൽ പോയി റഫേൽ വിമാനങ്ങൾ വാങ്ങിയത് എന്നല്ലേ? അനിൽ അംബാനിയുടെ പോക്കറ്റിലാണ് മോദി എന്ന് പറഞ്ഞവർക്ക് ഇന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? മോദി അംബാനിയെ സഹായിക്കാനാണ് റാഫേൽ കൊണ്ടുവന്നതെങ്കിൽ ഇന്ന് അതേ അംബാനിയുടെ വീട് ജപ്തി ചെയ്യാൻ മോദി അയച്ച EDക്ക് എന്തിനാണ് ഇത്ര ധൃതി? സത്യത്തിൽ അന്ന് നടന്നത് അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിനെ സഹായിക്കലല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തലായിരുന്നു എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. അന്ന് ആകാശത്ത് നോക്കി അംബാനിയുടെ വിമാനം വരുന്നത് കാത്തിരുന്നവർ ഇന്ന് മുംബൈയിലെ പാലി ഹില്ലിലേക്ക് ഒന്ന് നോക്കൂ. അവിടെ ജപ്തി നോട്ടീസ് പതിച്ചിരിക്കുന്നത് കാണാം. നുണകൾക്ക് കുറച്ചു കാലമേ ആയുസ് ഉണ്ടാകുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇതിനൊരു മറുവശമുണ്ട്. അനിൽ അംബാനിക്ക് ഇത്രയധികം വായ്പകൾ ബാങ്കുകൾ വാരിക്കോരി കൊടുത്തത് ഏത് കാലത്താണെന്ന് നിങ്ങൾക്കറിയാമോ? 2014 മുൻപുള്ള UPA കാലത്താണ് ഈ പറയുന്ന വായ്പകളിൽ ഭൂരിഭാഗവും വിതരണം ചെയ്യപ്പെട്ടത്. അന്നത്തെ ഫോൺ കോൾ ബാങ്കിംഗ് വഴി വലിയ മുതലാളിമാർക്ക് ബാങ്കുകൾ പണം വാരിക്കൊടുത്തു. മോദി സർക്കാർ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ആ പണം തിരിച്ചു പിടിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. IBC എന്ന നിയമം കൊണ്ടുവന്നത് കൊണ്ടാണ് ഇന്ന് വിജയ് മല്യയ്ക്കും നീരവ് മോദിക്കും അനിൽ അംബാനിക്കും ഒക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നത്. ബാങ്കുകളെ പറ്റിച്ച് സുഖമായി ജീവിക്കാമെന്ന് കരുതിയ മുതലാളിമാർക്ക് ഇന്ന് അന്തിയുറങ്ങാൻ സ്വന്തം വീട് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാക്കിയത് നരേന്ദ്രമോദിയുടെ ദൃഢനിശ്ചയമാണ്.
പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങളോട് പറയില്ല. അവർ പറയും മോദി കോർപ്പറേറ്റുകളുടെ ആളാണെന്ന്. എന്നാൽ സത്യം എന്താണ്? കോർപ്പറേറ്റുകളെ കൊണ്ട് വായ്പ തിരിച്ചെടുപ്പിക്കാൻ അവരെ കോടതി കയറ്റിയ ഒരേ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സാധാരണക്കാരന്റെ പണം കട്ടവർ ആരായാലും അത് പലിശ സഹിതം തിരിച്ചെടുപ്പിക്കുമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത്രയും കാലം അനിൽ അംബാനിയുടെ പേരും പറഞ്ഞ് മോദിക്കെതിരെ കുതിര കയറിയവർ ഇപ്പോൾ എങ്ങോട്ടാണ് മുഖം തിരിക്കുക? സത്യത്തിൽ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളെ കണ്ടാൽ പാവം തോന്നും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അംബാനി അദാനി എന്ന് ജപിച്ചാലേ അവർക്ക് അന്നത്തെ ദിവസം സമാധാനമാവുകയുള്ളൂ. മോദി സർക്കാരിനെ താഴ്ത്തി കാണിക്കാൻ അവർ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ആയുധമായിരുന്നു അനിൽ അംബാനി. എന്നാൽ ആ ആയുധം ഇപ്പോൾ അവരുടെ നെഞ്ചത്തേക്ക് തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ചാനൽ സിംഹങ്ങളിലേക്ക് ഒന്ന് നോക്കൂ. അനിൽ അംബാനിക്ക് മോദി വഴിവിട്ട് സഹായം നൽകിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വിദേശത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ വരെ പൊടി തട്ടിയെടുത്ത് ചർച്ച നടത്തിയവരാണ് ഇക്കൂട്ടർ. അന്ന് അംബാനിയുടെ പേരിൽ മോദിയെ ക്രൂശിക്കാൻ കാണിച്ച ആ ആവേശം ഇന്ന് ഈ വാർത്ത കൊടുക്കുമ്പോൾ എന്തേ കാണിക്കുന്നില്ല? അംബാനിയുടെ 17 നില വീടിന് ഈടി പൂട്ടിട്ടപ്പോൾ ഇവിടുത്തെ ചാനൽ സ്റ്റുഡിയോകളിൽ എന്തിനാണ് ഇത്ര വലിയ നിശബ്ദത? ഇതിനെയാണ് മാധ്യമധർമ്മം എന്ന് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ജനങ്ങൾ ഇതിനെ വിളിക്കുന്നത് കപടത എന്നാണ്. ഇവിടെയുള്ള ഇടതു വലത് മുന്നണികൾക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ല. കാരണം അംബാനിയുടെ ആഡംബര വസതി കണ്ടുകെട്ടിയത് മോദി സർക്കാരാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളതെങ്കിൽ എന്തിനാണ് സ്വന്തം ചങ്ങാതിയുടെ വീട് ഈടി പിടിച്ചെടുക്കുന്നത്? ഇതിന് മറുപടി പറയാൻ നിൽക്കാതെ അടുത്ത നുണക്കഥകൾ മെനയാൻ അവർ തിരക്കിലായിരിക്കും. മുമ്പ് റാഫേൽ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് അടി കിട്ടിയപ്പോൾ പഠിക്കാത്തവർക്ക് ഇപ്പോൾ ഇഡി നേരിട്ട് കൊടുത്തിരിക്കുന്ന മറുപടിയാണിത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കേരളത്തിലെ ഈ നുണയന്മാരുടെ വാക്കുകൾ കേട്ട ഇനിയെങ്കിലും വഴിതെറ്റിപ്പോകരുത്. അഴിമതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ഭരണകൂടം ഡൽഹിയിലുണ്ട്. അവിടെ അംബാനി എന്നോ അദാനി എന്നോ ഉള്ള വ്യത്യാസമില്ല. ജനങ്ങളുടെ പണം മോഷ്ടിച്ചവൻ കൊട്ടാരത്തിലാണോ കുടിലാണോ കഴിയുന്നത് എന്ന് നിയമം നോക്കില്ല. അംബാനിയുടെ വീടിന്റെ താക്കോൽ ഇപ്പോൾ സർക്കാരിന്റെ കയ്യിലാണ്. ഇത് കാണുമ്പോൾ കണ്ണു തള്ളുന്നത് മോദിയുടെ ശത്രുക്കളാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏതെങ്കിലും കൂട്ടുകാർക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തിരി തണുത്ത വെള്ളം കുടിക്കാൻ കൊടുക്കുക. കാരണം ഇനിയും ഇതുപോലുള്ള ഒട്ടേറെ സത്യങ്ങൾ അവർക്ക് കേൾക്കേണ്ടി വരും. സത്യം മൂടിവെക്കാൻ ആര് ശ്രമിച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. അംബാനിയുടെ കൊട്ടാരം പോയത് ഒരു തുടക്കം മാത്രമാണ്. അഴിമതിക്കെതിരെയുള്ള മോദിയുടെ ഈ പോരാട്ടം ഇനിയും തുടരും. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.